നമ്മളൊക്കെ വളരെ ആകാംക്ഷയോടെ ക്ഷമകേടില്ലാതെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഉസ്താദുൽ അസാതീദ് റയീസുൽ മുഹഖഖീൻ മർഹൂം കന്നിയത്ത് അഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു അവരുടെ പ്രാർത്ഥനയുടെ ഉത്തരം. 22 വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ ജില്ലകൾ തോറും ആളുകളെ സാക്ഷി നിർത്തി അവിടുന്ന് പ്രാർത്ഥിച്ചു, സമസ്തക്കെതിരെ തിരിഞ്ഞവരെ നീ മുഖം കെടുത്തണേ റബ്ബേ എന്ന്. ആ മുഖം കെടുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നേരത്തെ മുൻപ് പ്രസംഗിച്ച ആളുകളൊക്കെ പറഞ്ഞതുപോലെ അവർ ഉസ്താദുമാർക്കെതിരെ തിരിഞ്ഞു. വള്ളി ട്രൗസർ ഇട്ടിയാൾ നടക്കുന്ന കാലത്ത് അഹ്ലുസുന്നത്ത് വൽ ജമാഅ എന്താണെന്നും അതിനെതിരെ വന്ന ആശയങ്ങളെയും ചെറുത്തു തോൽപ്പിക്കുകയും സുന്നത്ത് ജമാഅത്ത് എന്താണെന്ന് പഠിപ്പിക്കുകയും ചെയ്ത തന്റെ ജന്മം കൊണ്ട് കേരളക്കനെ അനുഗ്രഹിച്ച മഹാപ്രതിഭയായിരുന്ന ശംസുൽ ഉലമാ കെ അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു അവരുടെ നേരെ അദബുകേടായി പെരുമാറി. കവി പറഞ്ഞതുപോലെ ഞാൻ അവൻ അമ്പെയ്ത്തങ്ങനെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു. അമ്പെയ്ത്തൊക്കെ പഠിച്ച് അമ്പെയ്യാം എന്ന് ആയപ്പോൾ, വിദഗ്ധമായി അമ്പെയ്യാൻ ശീലിച്ചപ്പോൾ റമാനി അവൻ എന്നെയാണ് അമ്പെയ്തത് എന്ന് പറഞ്ഞതുപോലെ എല്ലാം പഠിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളൊക്കെ അല്പാൽപ്പം മനസ്സിലാക്കി, എല്ലാം പഠിക്കുകയല്ല, അല്പാൽപ്പം മനസ്സിലാക്കി വന്നപ്പോ ഇയാൾക്ക് സുന്നത്ത് ജമാഅത്ത് തിരിയൂല എന്നായി. ലഖദ് അല്ലംതുഹു അറദൽ ഖവാഫി ഫലമ്മാ ഖാല ഖാഫിയതൻ ഹജാനി. എല്ലാ വൃത്തവും പദ്യത്തിന്റെ വൃത്തങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തു ഞാൻ. ആദ്യമായൊരു പദ്യം രചിച്ചപ്പോൾ അതെനിക്കെതിരെയായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അതേപോലെ ശംസുൽ ഉലമയെ വേദനിപ്പിച്ചു. പദ്യത്തിന്റെ വൃത്തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു, സുന്നത്ത് ജമാഅത്ത് എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്തു, ക്ലാസ് വെച്ച് പഠിപ്പിച്ചു കൊടുത്തു, വാദപ്രതിവാദത്തിന് പോകുമ്പോൾ ചോദിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞു കൊടുത്തു. ആ മഹാന് സുന്നത്ത് ജമാഅത്ത് പോരാത്തത് കൊണ്ട് സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതിനു മുമ്പ് ഇയാളുടെ വേദി സമസ്തക്ക് സമാന്തരമായുള്ള പ്രവർത്തനമാണ്. സമസ്തയിലേക്ക് കടന്നു വരാതെ സമസ്തയെ നശിപ്പിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി സമസ്തയിലേക്ക് കടന്നു വന്നയാളാണ്. ഉസ്താദുമാരെ ധിക്കരിച്ചു, മഹാന്മാരായ ആരിഫീങ്ങളിൽപ്പെട്ട പലരെയും നിന്ദിച്ചു. അവസാനം ഇവിടെ പറയപ്പെട്ടതുപോലെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് കളിച്ചു. ഇവിടെ ആ മുഖം കടൽ പൂർണ്ണമാവുകയാണ്, അത് പൂർത്തിയാക്കുകയാണ്. ഇവിടെ ഉണ്ടായ വിഷയങ്ങൾ എന്താണെന്ന് നാം പല പ്രാവശ്യം അത് മനസ്സിലാക്കപ്പെട്ടതാണ്. നിങ്ങളൊക്കെ അറിയുന്ന ആളുകളുമാണ്, കൂടുതൽ അത് വിഷയത്തിലേക്ക് കടക്കുന്നില്ല. തബറുക്ക് എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഅർ മുബാറക്ക് കൊണ്ടുള്ള തബറുക്ക് സ്ഥിരപ്പെട്ട കാര്യമാണ്, സംശയമില്ല. നേരത്തെ നിഷേധിക്കുന്ന ആളുകൾ കൂടി ഇപ്പൊ പുതുതായി എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. അത് തബറുക്ക് നിഷേധിക്കപ്പെടാൻ പാടില്ലാത്തതാണ് എന്ന അർത്ഥത്തിൽ അവർ എഴുതി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തബറുക്കിന്റെ കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഇല്ലാത്തതാണ്. വിശേഷിച്ച് ഖുർആനിന്റെയും ഹദീസിന്റെയും ആളുകൾ എന്ന് പറയുന്ന ആർക്കും തന്നെ തബറുക്ക് നിഷേധിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഷഅർ മുബാറക്ക് കൊണ്ട് മഹാന്മാരായ സഹാബത്ത് ശിഫ തേടിയതും തബറുക്ക് എടുത്തതും നിഷേധിക്കാനാവാത്ത സംഭവങ്ങളാണ്. അപ്പൊ ഷഅർ മുബാറക്ക് ഉണ്ടെങ്കിൽ, അത് ഷഅർ മുബാറക്ക് ആണെങ്കിൽ അതിനെ അങ്ങേയറ്റം ബഹുമാനിക്കപ്പെടണം, യാതൊരു സംശയവുമില്ല. പക്ഷേ അത് ഷഅർ മുബാറക്കാണെന്ന് സ്ഥിരപ്പെടണം. ആ സ്ഥിരപ്പെടുന്നത് എങ്ങനെയാണ്? ഒരു പക്ഷേ മുതവാത്തിറാകണം. അത് മുതവാത്തിറായത് എന്ന് പറഞ്ഞാൽ പോരാ, സ്വന്തം ജ്യേഷ്ഠനും കുടുംബക്കാരും കൂടി സമ്മതിക്കാത്ത മുതവാത്തിറായാൽ പറ്റൂല. മുതവാത്തിർ എന്ന് പറഞ്ഞാൽ അത് വ്യക്തമായ രേഖയിലൂടെ സ്ഥിരപ്പെട്ടു വന്നതിന് ശേഷം ഒരു സ്ഥലത്തുണ്ട്, അത് സ്ഥിരീകരിച്ചതായി ഒരുപാട് കാലങ്ങളായി അറിയപ്പെട്ടു പോരുന്നതാണ് എന്ന്. അല്ലാണ്ട് ആരെങ്കിലും പുതുതായി ഒറ്റ മുടി കൊണ്ടുവന്ന് കൊടുത്താൽ കൊണ്ടുവന്ന കൊടുത്താളും വിശ്വസ്തനല്ല, കൊടുക്കപ്പെട്ടയാളും വിശ്വസ്തനല്ല. അവിടെയാണ് ഇവിടെ കൃത്യമായ പരമ്പര, കൈമാറ്റ പരമ്പര ചോദ്യം ചെയ്യപ്പെടുന്നത്. നമ്മൾ ആനയാണ് ചേനയാണെന്നൊക്കെ മനസ്സിലാക്കുന്ന ചില ആളുകൾ, ഞാൻ അധിക്ഷേപിച്ച് പറയുകയല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പരിപാടിയുമില്ല. ബഹുമാനിക്കേണ്ട ആളുകളെ ബഹുമാനിക്കാം, വിവരം ഉണ്ടെങ്കിൽ ബഹുമാനിക്കപ്പെടേണ്ടതും തന്നെയാണ്. കടമേരി റഹ്മാനിയ അറബി കോളേജ്
അതിന്റെ അടുത്തുള്ള പള്ളിയിലാണ്, ആ പള്ളിയിലാണ് മഹാനായ കീഴന കുഞ്ഞബ്ദുള്ള മുസ്ലിയാർ നബ്ബറല്ലാഹു മർഖദഹു അവർകൾ സാധാരണയായി ജുമാ നമസ്കരിച്ചിരുന്നതും ആ പള്ളിയിലാണ്. അദ്ദേഹത്തിന്റെ മഹലിന്റെ പള്ളിയാണത്. അദ്ദേഹത്തിന് ബാങ്ക് വിളിക്കാനും ഖുതുബക്കും മൈക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം പരിഗണിച്ചിട്ട് ആ മഹലിൽ ഒരാൾ പോലും ആ അഭിപ്രായത്തെ അനുകൂലിക്കുന്നയാളോ ഈ പറയുന്ന സംഘടനന്റെ ആളുകളോ ഇല്ലാഞ്ഞിട്ട് പോലും അദ്ദേഹം മഹാനായ കീഴന വഫാത്താകുന്നത് വരെ ഞങ്ങളൊക്കെ ഏറെ ബഹുമാനത്തോടെ കാണുകയും ആ പള്ളിയിൽ മൈക്ക് ഉപയോഗിച്ചില്ല. വഫാത്തിന് ശേഷം ഇന്നും കടമേരി കോളേജിന്റെ പള്ളിയിൽ മൈക്കില്ല. എന്താ കാരണം? ആർക്കും അഭിപ്രായം ഉണ്ടായിട്ടല്ല, മൈക്ക് പറ്റില്ല എന്ന് അഭിപ്രായം ഉണ്ടായിട്ടല്ല. ആ മഹാനായ പണ്ഡിതനോട്, ആ സൂര്യ തേജസ്സുള്ള പണ്ഡിതനോട് ഞങ്ങൾക്കുള്ള ബഹുമാനമാണ്, ആദരവ്. ആ രീതിയിൽ ആദരിച്ചു വരുന്നവരാണ് ഞങ്ങൾ. പിന്നെ ഞങ്ങൾ ചിലതൊക്കെ നല്ലതാണ്, ഇതൊക്കെ ശരിയേ പറയൂ എന്ന് വിശ്വസിക്കപ്പെടുന്ന ചില ആളുകൾ സമസ്തന്റെ വിരോധം കൊണ്ട് എന്തെങ്കിലും, സമസ്തയോടുള്ള വിരോധം കൊണ്ട് എന്തെങ്കിലും അങ്ങ് പറഞ്ഞാൽ അതെങ്ങനെയാ ശരിയാവുക? ഷാർ മുബാറക്കിനെ കുറിച്ച് ഇവിടെ ജനാബ് മുസ്തഫ ഫൈസി ഉദ്ധരിച്ച ആ ഭാഗത്തിന്റെ ബാക്കി ബഹുമാന്യനായ ഇമാം ദഹബി റളിയല്ലാഹു അൻഹു പറയുന്നു, മുഹമ്മദ് ബിൻ സീരീൻ തങ്ങൾ ഹിജ്റ 60-ാം കൊല്ലം മുഹമ്മദ് ബിൻ സീരീൻ തങ്ങൾ അബീദ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. മുഹമ്മദ് ബിൻ സീരീൻ തങ്ങൾ പറഞ്ഞു, വഖുൽതു ലി അബീദ, ഞാൻ അബീദ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇന്ന ഇൻദനാ മിൻ ശഅരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശൈഅൻ മിൻ ഖിബലി അനസ് ബിൻ മാലിക്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഭാഗത്തു നിന്ന് എനിക്ക് ലഭിച്ച സനദായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അനസ് ബിൻ മാലിക്, പിന്നെ ഞാൻ, അതാണ് ആ സനദ് പറഞ്ഞുകൊണ്ട് എനിക്ക് എന്റെ അടുത്തൊരു മുടിയുണ്ടെന്ന് പറഞ്ഞപ്പോ അബീദ റളിയല്ലാഹു അൻഹു അതിന് പറയുന്ന മറുപടി, ഫഖാൽ ലഅൻ യകൂന ഇൻദി മിൻഹു ശഅറത്തുൻ അഹബ്ബു ഇലയ്യ മിൻ കുല്ലി സഫ്റാ വബൈദാ അലാ ളഹ്രിൽ അർദ്. ഈ ഭൂമുഖത്തുള്ള സകലമാന വെള്ളിയേക്കാളും മഞ്ഞലോഹമായ സ്വർണത്തെക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഷാർ മുബാറക്കന്റെ കയ്യിൽ ഉണ്ടാവുക എന്നതാണ് എന്ന് അബീദ റളിയല്ലാഹു അൻഹു പറയാണ്. ഒറ്റ ഷാർ മുബാറക്ക് ഉണ്ടായാൽ ഈ ലോകത്തുള്ള സകല വെള്ളിയും സ്വർണവും ഉണ്ടാകുന്നതിനേക്കാൾ ഖൈറാണ് എന്ന്. ഇത് പറഞ്ഞിട്ട് ഇമാം ദഹബി പറയുന്നു, ഹാദൽ ഖൗലു മിൻ അബീദ ഹുവ മിഅയാറു കമാലിൽ ഹുബ്ബ്. ഈ പറഞ്ഞ വാക്ക് അബീദ റളിയല്ലാഹു അൻഹു ഈ പറഞ്ഞ വാക്ക് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പൂർണ്ണ സ്നേഹത്തിന്റെ മാനദണ്ഡമാണ്. വഹുവ, ആ സ്നേഹം എന്താണ്? അൻയൂസിറ ശഅറതൻ നബവിയ്യതൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു മുടിയെ തെരഞ്ഞെടുക്കുക, അലാ കുല്ലി ദഹബിൻ വഫിദ്ദത്തിൻ ബിഐദിൻ നാസ്, ജനങ്ങളുടെ കയ്യിലുള്ള മുഴുവൻ ജനങ്ങളുടെയും കയ്യിലുള്ള സ്വർണത്തെക്കാളും വെള്ളികളെക്കാളും ലോകത്തുള്ള സർവ്വ മുതലിനേക്കാളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഷാർ മുബാറക്ക് എന്റെ കയ്യിൽ ഉണ്ടാകുന്നതാണ് ഉത്തമമെന്ന് പറയുന്നത്. ഷാർ മുബാറക്കിന്റെ ഫളിന് അതിന്റെ അപ്പുറം വേറെ ഒന്ന് പറയേണ്ടതില്ല. ഇത് പറഞ്ഞിട്ട് ഇമാം ദഹബി വീണ്ടും പറയുന്നു, അത് പറഞ്ഞിട്ട് പറയുന്നു, മിസ്ലു ഹാദാ യഖൂലുഹു ഹാദൽ ഇമാമു ബഅദ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി 50 സന. ഈ ഇമാം അബീദ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം 50 ആണ്ട് കഴിഞ്ഞപ്പോഴാണ് ഇത് പറയുന്നത്. ഒരു മുടി കിട്ടല് ദുനിയാവിലുള്ള സകലത്തെക്കാൾ ഖൈർ. അപ്പോ ഇഷ്ടം പോലെ ഒന്ന് ചോദിച്ചാൽ 7 കൊടുക്കുമാർ ഉള്ള, അങ്ങനെ അതിന് മാത്രം മുടി സമൃദ്ധമായി ലോകത്തെല്ലായിടത്തും ഉണ്ടായിരുന്നുവെങ്കിൽ ഈ വാക്ക് പറയേണ്ടതില്ല. ചോദിച്ചാൽ ചോദിക്കപ്പെട്ടയാൾക്ക് ഒന്ന്, എത്ര ചോദിച്ചേ? 1, 4 ആയിക്കോട്ടല്ലേ, അല്ല വേണ്ട 7 ആയിക്കോട്ടെ, എന്നാ 10 ആയിക്കോട്ടെ എന്ന് പറയുന്ന രീതിയിൽ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടെങ്കിൽ ഹിജ്റ 50-ാം കൊല്ലം ഇത് പറയേണ്ടതില്ല. ഇമാം ദഹബി പറയുന്നത്, ഈ ഹിജ്റ 50-ാം കൊല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം 50 കൊല്ലം കഴിയുമ്പോൾ ഒരു താബിയായ മനുഷ്യൻ പറയാണ്, റസൂലുള്ളാഹിന്റെ മുടി ഒന്ന് കിട്ടുന്നത് എനിക്ക് ദുനിയാവിലുള്ള സകലത്തെക്കാളും ഖൈറാണ് എന്ന് പറയുന്നു. അത് ഉദ്ധരിച്ചിട്ട് വീണ്ടും ഇമാം ദഹബി റളിയല്ലാഹു അൻഹു ആ വാക്ക് പറഞ്ഞിട്ട് പറയുന്നു, ഫമല്ലദീ നഖൂലുഹു നഹ്നു ഫീ വഖ്തിനാ ഹാദാ, നമ്മൾ എക്കാലത്ത് ഹിജ്റ 700-ൽ, അതാ 7-ാം